നമസ്കാരം. ചെങ്കോട്ട മോഡൽ ഭീകരാക്രമണത്തിന് വീണ്ടും രാജ്യത്ത് പുതിയ പദ്ധതി. ശ്രീനഗർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ സംഭവം. ട്രൈഅസറ്റോൺ ട്രൈപെറോക്സൈഡ് എന്ന ഒരു രാസവസ്തുവാണ് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വായുവുമായി സമ്പർക്കം വന്നാൽ ഉടനെ തന്നെ അസാമാന്യമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ട്രൈഅസറ്റോൺ ട്രൈപെറോക്സൈഡ്. ഇത് ഡോക്ടേഴ്സിനാണ് അതിവേഗം ലഭിക്കുന്നത്. ഇതിൻ്റെ രാസപ്രവർത്തനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളതും ഡോക്ടേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വൈറ്റ് കോളർ ജിഹാദായിട്ടും ഡോക്ടർ ടെറർ അറ്റാക്ക് മോഡൽ, അതായത് ചെങ്കോട്ടയിൽ നടന്ന ഒരു മോഡലുള്ള ആക്രമണ പദ്ധതിയായിട്ടുമാണ് സംശയിക്കപ്പെടുന്നത്. അത്തരത്തിലൊരു ആക്രമണ പദ്ധതിക്കാണ് ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ആക്രമണ പദ്ധതിയാണ് കാശ്മീരിൽ തയ്യാറാക്കിയിരുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം ചെങ്കോട്ടയിൽ നടന്നത് എന്താണെന്ന്. ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെയും ഷഹീൻ ഷഹീദിൻ്റെയും ഒക്കെ ഒരു ആസൂത്രണ മികവിൽ നടത്തിയ ഒരു ആക്രമണം, അത്തരത്തിൽ ഭീകരവാദികൾ തയ്യാറാക്കിയ അതിക്രൂരമായ രീതിയിലുള്ള ഒരു ആക്രമണം. പക്ഷേ അന്വേഷണത്തിൻ്റെ മികവ് കൊണ്ടും അതോടൊപ്പം തന്നെ രാജ്യം അതീവ ജാഗരൂകമായി ഇരുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ ഭാഗ്യം കൂടി ചേർന്നുകൊണ്ടാണ് അന്ന് വലിയ ഒരു സ്ഫോടനം ഇല്ലാതാക്കാൻ ഭാരതത്തിന് കഴിഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത് തന്നെ. അതായത് ചെങ്കോട്ടയിൽ നിന്ന് ഭാരതം രക്ഷപ്പെട്ടു പോയത് തന്നെ. അല്ലെങ്കിൽ വലിയ ഒരു സ്ഫോടനത്തിലേക്കായിരിക്കും രാജ്യത്തെ അത് കൊണ്ടുചെന്ന് വയ്ക്കുക എന്നുള്ളതാണ്, രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അതായിരുന്നു പരമമായ സത്യവും. അപ്പോൾ ആ രീതിയിൽ ഒരു ചെങ്കോട്ട മോഡൽ ഭീകരാക്രമണത്തിനാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ തുടക്കമിട്ടിരിക്കുന്നത്, ശ്രീനഗറിലൂടെ തുടക്കമിട്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ട്രൈഅസറ്റോൺ ട്രൈപെറോക്സൈഡ് രാജ്യത്ത് അങ്ങനെ വലിയ രീതിയിലൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഫോടന വസ്തുവല്ല. 1977 ഒരു ഷൂസ് ബോംബായിട്ടാണ് ഇതാദ്യമായിട്ട് ഉപയോഗപ്പെടുത്തിയതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ RDX പോലുള്ള ഉത്പന്നങ്ങൾ പാകിസ്ഥാനിൽ നിന്നും മറ്റുമാണ് ഇറക്കുമതി ചെയ്യാറ്. അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം സ്ഫോടന വസ്തുക്കൾ ഭാരതത്തിലേക്ക് എത്തുന്ന വഴിയിൽ തന്നെ ഇത് കണ്ടുപിടിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ലോക്കലി തന്നെ പുതിയ ഒരു സ്ഫോടന പരമ്പരയ്ക്ക് സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇത്തരത്തിലുള്ള ട്രൈഅസറ്റോൺ ട്രൈപെറോക്സൈഡ് എടുത്തത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് സ്റ്റോർ റൂമുകൾ, ഇത് ഒരു വലിയ ഷെഡിൽ, അതായത് വായു കടക്കാത്ത രീതിയിൽ ഈ ഷെഡിനെ അറേഞ്ച് ചെയ്ത ശേഷമാണ് അവിടെ നിന്നാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും അടക്കമുള്ള ചില റിമോട്ട് ഏരിയകളിൽ നിന്ന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും രാജ്യത്തെ നടുക്കുന്ന അല്ലെങ്കിൽ രാജ്യത്താകമാനം തന്നെ ഒരു സ്ഫോടന പരമ്പരയ്ക്കാണ് ഇവർ ആസൂത്രണം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും വളരെ ജാഗരൂകമായി രാജ്യം ഇരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടന പദ്ധതിയെ കൂടി നമുക്ക് തകർക്കുവാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. രാജ്യത്ത് ആകമാനം വലിയ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ രാജ്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭീകര പദ്ധതിയാണ് ഇതോടുകൂടി അന്വേഷണ സംഘത്തിന് തകിടം മറിക്കുവാൻ കഴിഞ്ഞത്. ജമ്മു കാശ്മീരിലെ കശ്മീർ പോലീസ്, കശ്മീർ ഇൻ്റലിജൻസ് സംവിധാനമാണ് ഇത് കണ്ടെത്തിയത്. ഇത് രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ പല അന്വേഷണ ഏജൻസികളും ഏറ്റെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിൽ. ലഷ്കർ-ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ശക്തമായ സാന്നിധ്യം തന്നെ ഇതിന് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ജസ്വാൽ അൽ ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലോക്കൽ ഭീകര സംഘടനയും ഇതിന് പിന്നിലുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ജസ്വാൽ അൽ ഹിന്ദ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ലോക്കലി മാത്രമുള്ള ഒരു ഭീകരവാദ സംഘടനയല്ല. ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുമുണ്ട്. ലഷ്കർ-ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും രാജ്യത്തിനകത്തുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ സംഘടന തന്നെ. ഇത് രാജ്യത്തെ വൈറ്റ് കോളർ ജിഹാദുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെ
തന്നെ ഇത്തരം ഒരു ഭീകരവാദ സംഘടനയ്ക്കുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ആ സംശയത്തിൻ്റെയൊക്കെ പിന്നാലെ അന്വേഷണ സംഘം വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് വായുവുമായി സമ്പർക്കം പുലർത്തുന്ന അതേ വേളയിൽ തന്നെ ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇരുണ്ടടഞ്ഞ വായു കടക്കാത്ത ചില കേന്ദ്രങ്ങളിലാണ് ഇത് സൂക്ഷിച്ചു വച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ട്രൈഅസറ്റോൺ, ട്രൈപെറോക്സൈഡ് പോലുള്ള അതിഭീകരമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്തായാലും ഈ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ നിങ്ങൾ എവിടെയൊക്കെ അറേഞ്ച് ചെയ്താലും എന്തായാലും ഇതെല്ലാം തന്നെ പിടിക്കപ്പെടും എന്നുറപ്പാണ്. രാജ്യം അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. എന്തായാലും എന്ത് തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിന് എതിരെ ഇതൊക്കെ നടക്കുന്നു, സർവേയിൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നാലും, അത്തരത്തിലുള്ള എന്ത് തന്നെ വിമർശനങ്ങൾ ഉയർന്നാലും തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടി ഓരോ ആളിനെയും, ഈ ഭീകരവാദ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ആളിനെയും കൃത്യമായി നോട്ടമിട്ടുകൊണ്ട് തന്നെ അന്വേഷണം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പാകിസ്ഥാൻ ഇപ്പോൾ വളരെയധികം വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഭാരതത്തിനെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ മാത്രമേ ഒരു ശ്രദ്ധ തിരിക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവരുടെ ഭീകരവാദികളെ പോലും അജ്ഞാതരെ ഉപയോഗിച്ചുകൊണ്ട് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഭാരതത്തിന് നേരെ, ഭാരതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ഭീകരവാദികളും അടിക്കടി കൊല്ലപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു നടുക്കുന്ന ഒരു ഓർമ്മയായി മാറുന്നത്, അല്ലെങ്കിൽ നടുക്കുന്ന ഒരു സംഭവമായി പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും പലരും, അതായത് പാകിസ്ഥാനിലെ പട്ടാളം പാലൂട്ടി വളർത്തിയ ഭീകരവാദികളാണ് ഒന്നൊന്നായി കൊല്ലപ്പെടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ പാകിസ്ഥാന് വലിയ കഷ്ടം തോന്നും. അത് പാകിസ്ഥാനിലെ ഗുഡ് ടെററിസ്റ്റ്, അതായത് രാജ്യത്തിനെതിരെ, ഭാരതത്തിനെതിരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് അവർ പാലൂട്ടി വളർത്തിയ ഭീകരവാദികളാണ് ഓരോ നിമിഷവും അനുനിമിഷം കൊല്ലപ്പെട്ടു പോകുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. കഷ്ടപ്പെട്ട ഇറാനിലെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയി, പശ്ചിമേഷ്യൻ യുദ്ധം പരിഹരിക്കാൻ പോയി. ഇസ്രായേൽ അതിനോട് സഹകരിച്ചില്ല. ഇസ്രായേൽ ഈ ഭീകരവാദ സംഘടനയെ കൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും തങ്ങളില്ല എന്ന് ആദ്യം തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ വാലാട്ടികളായി നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഈ ചർച്ചയ്ക്ക് ഒത്തുതീർപ്പ് ഉണ്ടാക്കുവാൻ പോയി. ഇപ്പോൾ ആ സെറീന ഹോട്ടലിൽ, ആ സെറീൻ ആഗാഖാൻ നെറ്റ്വർക്കിൽ പെടുന്ന ഈ സെറീന ഹോട്ടലിൽ പോലും ഹോട്ടൽ ബില്ലടയ്ക്കുവാൻ പോലും പാകിസ്ഥാന് കാശില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇസ്രായേൽ ഇതിനോടൊപ്പം സഹകരിച്ചില്ല, ഇറാൻ വന്നു. പക്ഷേ ചർച്ച ചെയ്തതിന് ശേഷം ഈ ചർച്ച അലസി പിരിയുകയാണ് ഉണ്ടായത്. ഇനിയും വീണ്ടും പാകിസ്ഥാൻ ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. എന്തായാലും ഇതൊന്നും വലിയ രീതിയിൽ ചർച്ച അവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ ചർച്ച സമാധാനപരമായ ഒത്തുതീർപ്പിലേക്ക് പോകുവാനുള്ള സാധ്യത തന്നെ വളരെ വിരളമാണ്. കാരണം പാകിസ്ഥാനെ വിശ്വസിക്കുവാനായിട്ട് ഒരു രാജ്യവും തയ്യാറാകില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഈ ചർച്ച ഒന്ന് സമാധാനപരമായി അവസാനിച്ചെങ്കിൽ മാത്രമേ പാകിസ്ഥാനിലെ എണ്ണ പ്രതിസന്ധി ഉൾപ്പെടെ ഈ രൂക്ഷമായ സാഹചര്യത്തിൽ അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ കുറച്ച് പൈസ കിട്ടുകയുള്ളൂ, കുറച്ച് എണ്ണ കിട്ടുകയുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളിലും പാകിസ്ഥാൻ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഭാരതത്തിലേക്ക് എന്തെങ്കിലും ഒരു ആക്രമണം നടത്തി ഈ ശ്രദ്ധയൊന്ന് തിരിക്കുവാൻ പാകിസ്ഥാന് കഴിയുള്ളൂ. അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ആക്രമണം, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ഷിയ ഭീകരവാദികൾ, ഷിയകളുടേതായ ഭീകരവാദ സംഘടനകൾ നിയന്ത്രിക്കുന്ന ചില വ്യക്തികൾ പാകിസ്ഥാന് നേരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നു. അത്തരത്തിൽ 42% ഭീകരവാദാക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണ പദ്ധതികളും അരങ്ങൊരുങ്ങുന്നു. അത്തരത്തിൽ പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ടാണ് ഭാരതത്തിന് നേരെ ഇത്തരത്തിലുള്ള പുതിയ ഭീകരവാദ സംഘടനകൾക്ക് പോലും തുടക്കം കുറിക്കുവാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ചില സജഷൻസ് ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള ചില സീക്രട്ടായിട്ടുള്ള രഹസ്യങ്ങൾ എത്തപ്പെടുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു രഹസ്യ പദ്ധതിക്കും ഇനി ഒരു സ്കോപ്പുമില്ല. ഇന്ത്യൻ സർക്കാർ, ഇന്ത്യൻ സേന എല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ വീക്ഷിക്കുകയാണ്. ഒരു പരിപാടിയും നടക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.